യുവജന സംഘടനയായ പീറൈപ്പയുടെ ആഭിമുഖ്യത്തിൽ വരുന്ന യാഹാദ് എന്ന് പറയുന്ന ഒരു ടീമാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. യാഹാദ് എന്ന പദം ഹീബ്രുവിൽ നിന്നും ഉരുത്തിരിഞ്ഞ ഒരു വാക്കാണ്. അതിന്റെ അർത്ഥം ഒത്തൊരുമ എന്നതാണ്. ഒത്തൊരുമ എന്താണ്, അല്ലെങ്കിൽ വണ്ണസ് എന്താണ് എന്ന് നമ്മൾ മലയാളികളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല, അല്ലേ? കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ അഭിമുഖീകരിച്ച കുറേയേറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ചുറ്റും. അതെന്തൊക്കെയാണ്? നിപ്പ, ഫ്ലഡ്, കോവിഡ്, വയനാട് നടന്ന ഡിസാസ്റ്റർ, ഇതെല്ലാം നമ്മൾ അഭിമുഖീകരിച്ചത് എങ്ങനെയാണ്? കൈയോട് കൈ കോർത്ത് പിടിച്ച് പൊരുതി നിന്ന് നമ്മളിതെല്ലാം ഫേസ് ചെയ്ത് ജയിച്ച ആളുകളാണ്. എന്നാൽ ഇന്ന് നമ്മുടെ സമൂഹത്തിന്റെ അടിത്തറയെ തന്നെ നശിപ്പിക്കുന്ന, അഥവാ എണ്ണിയാൽ ഒടുങ്ങാത്ത ജീവിത സാധ്യതകളെ തകിടം മറിച്ച് കളയുന്ന ഒരു മഹാപ്രതിസന്ധിയെ കുറിച്ച് പറയുവാനാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമത്തം, അഥവാ ലഹരിയുടെ അടിമത്തം. ലഹരിയുടെ അടിമത്തം എന്ന് പറയുന്നത് തികച്ചും ഒരു വ്യക്തിപരമായ പ്രശ്നമല്ല, മറിച്ച് സമൂഹത്തിന്റെ അടിത്തറയെ തന്നെ ബാധിക്കുന്ന, കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ഒന്ന് തന്നെയാണ്. അടുത്തതായി നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങളുടെ ചർച്ചിന്റെ അഭിമാനമായ പ്രിയ കുഞ്ഞ് ഫേബ നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വന്ന് ഒരു പാട്ട് പാടുന്നതാണ്.
സിസ്റ്റർ നൈസോ. അടുത്തതായി ഇന്ത്യ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡ് അരൂരിൻ്റെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിക്കുന്നതും നമ്മുടെ ചർച്ചിൻ്റെ അഭിമാനവുമായ ബ്രദർ ജെയ്സൺ വർഗീസിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. ശബ്ദപരിധിക്കുള്ളിൽ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കൾ, കച്ചവട സ്ഥാപനങ്ങളിൽ ഇരുന്ന് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന വ്യാപാരി സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ വന്ദനത്തെ അറിയിക്കുകയാണ്. ഇന്ന് വൈകിയവേളയിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്കറിയാം. വർദ്ധിച്ചു വരുന്ന ലഹരിയുടെ ഉപയോഗം സമൂഹത്തെയും അതുപോലെ കുടുംബ ബന്ധങ്ങളെയും തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ യുവതയെ മോചിപ്പിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ അഹോരാത്രം പണിയെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ ഭരണ സംവിധാനങ്ങളും പോലീസ് സംവിധാനങ്ങളും എല്ലാം തുടർമാനമായിട്ട് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർ പലപ്പോഴും മുന്നിട്ട് നിൽക്കുമ്പോൾ അവരോടൊപ്പം ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും നോക്കാതെ തന്നെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുമ്പോൾ അവരോടൊപ്പം ചേർന്ന് ഞങ്ങളും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, 2025 ജനുവരി മാസം 18-ാം തീയതി നടന്ന സംഭവം. ആ സംഭവം ഇങ്ങനെയാണ്. നമ്മുടെ കോഴിക്കോടിനടുത്ത് ഒരു ഗ്രാമത്തിൽ ഒരു 25 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ തൻ്റെ മാതാവിനെ കൊലപ്പെടുത്തി എന്നുള്ളതാണ്. സത്യത്തിൽ അവൻ്റെ +2 വിദ്യാഭ്യാസ കാലം മുതൽ അവൻ തൻ്റെ ഉമ്മയ്ക്ക് അരുമയായിരുന്നു. അവൻ്റെ പഠനശേഷം അവൻ ബാംഗ്ലൂരിലേക്ക് ഉപരിപഠനത്തിന് പോയി കടന്നുപോവുകയുണ്ടായി. അവിടെ വെച്ചിട്ട് അവന് അനേക കൂട്ടുകെട്ടുകൾ അവന് ഉണ്ടാകുവാനിടയായി. അവിടെ വെച്ചിട്ട് അവൻ്റെ ഉമ്മയുടെ ശ്രദ്ധയോ അല്ലെങ്കിൽ അവൻ്റെ മറ്റ് ബന്ധുക്കളുടെയോ ആരുടെയും ശ്രദ്ധ അവന് ലഭിക്കുന്നില്ല. അവൻ ഉമ്മയുടെ കരങ്ങളിൽ നിന്ന് സ്വതന്ത്രമായെന്ന് അവന് മനസ്സിലാക്കുവാൻ ഇടയായി. തുടർന്നവൻ ലഹരിയുടെ പിടിയിലേക്ക് പതിയെ അമരുവാനിടയായി തീർന്നു. ടീനേജിൻ്റെ പ്രായം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുവാനും കേൾക്കുവാനും ഒക്കെയുള്ള വളരെ താല്പര്യമുള്ള ഒരു പ്രായമാണ്. അവിടെ വെച്ച് അവൻ പതിയെ ലഹരിയുടെ ഉപയോഗം തുടങ്ങി. സാവധാനത്തിൽ അവൻ ലഹരിക്ക് അടിമയായി തീർന്നു. പിന്നീട് അവന് ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രവേശിക്കപ്പെടുകയും അങ്ങനെ ചില വർഷങ്ങൾ മുന്നോട്ട് പോയി. ഒരിക്കൽ താൻ സ്നേഹിക്കുന്ന തൻ്റെ ഉമ്മ രോഗബാധിതയായി വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഉമ്മയെ കാണുവാൻ വേണ്ടി മകൻ വീട്ടിലേക്ക് കടന്നു വരികയാണ്. വീട്ടിൽ കടന്നു വന്ന് അവൻ ഉമ്മയെ കണ്ടു. ശേഷം അവൻ തൊട്ട് അടുത്ത വീട്ടിലേക്ക് കടന്നുപോയതിനു ശേഷം അവിടെ നിന്നൊരു വെട്ടുകത്തി വാങ്ങിക്കുവാനിടയായി. വെട്ടുകത്തി വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ ആ വീട്ടുകാർ ചോദിച്ചു, എന്തിനാണ് നീ ഈ വെട്ടുകത്തി വാങ്ങിച്ചത്? തേങ്ങ പൊതിച്ച് ഉമ്മയെ സഹായിക്കാനെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഏറെക്കുറെ അവൻ്റെ സ്വഭാവ വിശേഷങ്ങൾ നാട്ടിലൊക്കെയും അറിയാൻ തുടങ്ങിയിരുന്നു. അപ്പോൾ ആഷിഖ് എന്നാണ് അവൻ്റെ പേര്. അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു എന്നുള്ള ആ ഒരു താല്പര്യത്തിൽ അവൻ ആ വെട്ടുകത്തി കൊടുത്തു വിടാൻ ഇടയായി. വെട്ടുകത്തിയുമായി അവൻ വീട്ടിൽ ചെന്നു. താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ ഉമ്മയെ തന്നെ ആലിംഗനങ്ങൾ കൊണ്ട് പൊതിഞ്ഞിരുന്ന ആ ചുണ്ടുകളിൽ മുഖത്ത് ആഞ്ഞു വെട്ടുവാനിടയായി തീർന്നു. നിഷ്കരുണം ആഷിഖ് തൻ്റെ ഉമ്മയെ അവിടെ വെട്ടിക്കുലപ്പെടുത്തുവാൻ ഇടയായി തീർന്നു. പിന്നീടുണ്ടാകുന്ന നടപടിക്രമങ്ങൾ നമുക്കറിയാൻ കഴിയും. പോലീസ് വരുന്നു, മൊഴിയെടുക്കുന്നു, ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നു, മറ്റു കാര്യങ്ങളെല്ലാം. അപ്പോൾ അവനോട് മൊഴിയെടുക്കുന്നതിനിടയ്ക്ക് പോലീസ് ചോദിക്കുവാനിടയായി തീർന്നു, എന്തിനാണ് നീ നിൻ്റെ ഉമ്മയെ കൊന്നതെന്ന്. അവരവരോട് പറഞ്ഞ മറുപടി നമ്മുടെ മനുഷ്യൻ്റെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്. എനിക്ക്
ജന്മം തന്നതിൻ്റെ ശിക്ഷയാണ് ഞാൻ എൻ്റെ ഉമ്മയ്ക്ക് കൊടുത്തതെന്ന് അവൻ പറയുവാൻ ഇടയായിത്തീർന്നു. യുവാക്കളെ സ്വപ്നം കാണുവാൻ പഠിപ്പിച്ച ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറയുവാൻ ഇടയായിത്തീർന്നു: ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു രൂപം കൊണ്ടു കഴിഞ്ഞാൽ ആ അമ്മ അവനെ 9 മാസം ഉദരത്തിൽ ചുമക്കും. പിന്നീടുള്ള 3 വർഷങ്ങൾ അവനെ കരങ്ങളിൽ വഹിക്കും. ആദ്യത്തെ 9 മാസം അമ്മ അവനെ ഉദരത്തിൽ ചുമന്നു. രണ്ടാമത്തെ 3 വർഷങ്ങൾ അവനെ കൈകളിൽ ചുമന്നു. പിന്നീടുള്ള ആയുഷ്കാലം മുഴുവൻ അമ്മ തൻ്റെ ഹൃദയത്തിൽ അവനെ വഹിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരമ്മയെ നിഷ്കരുണം വെട്ടിക്കൊല്ലുവാൻ തക്കോണം ആഷിക്കിന് കഴിഞ്ഞു. ഇവിടെ ആഷിഖ് തെറ്റുകാരനാണോ? ഒരിക്കലുമല്ല. അവൻ്റെ +2 പഠനം വരെയും അമ്മയ്ക്ക് അരുമയായിരുന്നു. അതുപോലെ തന്നെ അവനും സ്നേഹനിധിയായ ഉമ്മയായിരുന്നു സുബൈദ ഉമ്മ. പക്ഷേ ലഹരി അവനെ കീഴടക്കി കഴിഞ്ഞപ്പോൾ സ്വന്തം ബന്ധങ്ങൾ തിരിച്ചറിയുവാൻ അവന് കഴിയാതെ പോയി. മനുഷ്യൻ്റെ തലച്ചോറിനെ തകർക്കുന്ന, ചിന്താശേഷിയെ നശിപ്പിക്കുന്ന ഈ ലഹരിക്കെതിരെ പോരാടേണ്ടതിന് നാം ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എൻ്റെ ചുറ്റും നിൽക്കുന്ന ഈ സഹോദരങ്ങളെല്ലാം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇവരാരും ആഷിഖിനേക്കാൾ വ്യത്യസ്തരായിരുന്ന ആളുകളൊന്നുമല്ല. ഇതേ സ്വഭാവ വിശേഷം ഉള്ളവരായിരുന്നു. പക്ഷേ അവർ ഇന്ന് ഒരു മാനസാന്തരമുള്ളവരായി, വ്യത്യസ്തരായി, സമൂഹത്തിന് അനുകരിക്കാൻ കൊള്ളാവുന്നവരായി, കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പ്രയോജനപ്പെടുന്നവരായി തീർന്നു. ഇതിൻ്റെ പിന്നിൽ എല്ലാം ഒരു കാരണമുണ്ട്. ഈ വക പ്രവൃത്തികൾ മനുഷ്യനിൽ കുടികൊള്ളുന്ന പാപമാണ് മനുഷ്യനെ ഇപ്രകാരമുള്ള കുറ്റകൃത്യങ്ങളിലേക്കും മറ്റ് വൈകൃതങ്ങളിലേക്കൊക്കെ നശിപ്പിക്കുന്നത്. കാൽവരിയിൽ മാനവരാശിയുടെ പാപത്തിനു വേണ്ടി മനുഷ്യൻ്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഒരുവൻ കാൽവരിയിൽ തകർക്കപ്പെട്ടു. അവനിൽ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ കർത്താവിന് കഴിയും. നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ആദരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാപമോചനം എന്ന വിടുതൽ ഉണ്ട് എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർപ്പിച്ചുകൊണ്ട് ഇതുവരെയും ഞങ്ങളെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. തുടർന്ന് ഒരു ഫ്ലാഷ് മോബാണ്. അതിനായിട്ട് ഹന്ന ആൻഡ് ടീമിനെ മുന്നോട്ട് ക്ഷണിക്കും. I'm coming back to your presence, 'cause there's a hunger desperate. Immerse me in the light, not anymore, 'cause I need you, I need you. I feel it burning like
പരിചിതനായ നശിഞ്ഞു പോകുന്ന ഈ കാലത്ത് കർത്താവിനാൽ ഏറെ പ്രയോജനപ്പെടുന്ന ബ്രദർ ടിബിൻ തങ്കച്ചൻ ആൻഡ് ഹിസ് ടീം നമ്മൾ ക്ഷണിക്കാം. നമ്മുടെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. കുറച്ച് പാട്ടുകളൊക്കെ പാടി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ, പ്രത്യേകിച്ച് സംസാരിക്കാനുള്ളത് യുവതലമുറകളോടാണ്. കാരണം നാം നോക്കുകയാണെങ്കിൽ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും MDMAയ്ക്കും അടിമകളായിരിക്കുന്ന ഒരുപാട് യുവാക്കളെ കാണാൻ സാധിക്കും. കാരണം ഇവരെല്ലാം ഒരു അഡിക്ഷനിലേക്ക് പോകുന്നതാണ്. ഇവരെല്ലാം ഒരു കുറച്ചു നേരത്തേക്കുള്ള ആ ഒരു സുഖത്തിന് വേണ്ടി, കുറച്ചു നേരത്തേക്കുള്ള ആ ഒരു സന്തോഷത്തിന് വേണ്ടി തേടിപ്പോകുന്ന കാര്യങ്ങളാണ് മദ്യം, ലഹരി, മയക്കുമരുന്ന് എന്ന് പറയുന്നത്. പക്ഷേ ഞാനൊരു കാര്യം ഉറപ്പോടെ പറയുന്നു, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സന്തോഷം തരത്തില്ല, ഇതൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം തരത്തില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് സമാധാനം തരുവാൻ, നിങ്ങൾക്ക് സന്തോഷം തരുവാൻ ഒരാളെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ വ്യക്തിയുടെ പേരാണ് കർത്താവായ യേശു ക്രിസ്തു. The name is Jesus Christ. So യേശു നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു. യേശുവിൻ്റെ സ്നേഹത്തെ പറ്റി പറയുവാണെങ്കിൽ അത് ഏറ്റവും അഗാധമായ സ്നേഹമാണ്. ആ സ്നേഹത്തിൻ്റെ ആഴം ഭയങ്കര വലിപ്പമാണ്. സോ യേശുവിൻ്റെ ആഴം എന്ന് പറയുന്നത്, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് അത് ഏറ്റവും അഗാധമായിട്ടുള്ള സ്നേഹമാണ്. സോ കുറച്ച് പാട്ടുകളൊക്കെ പാടി നമുക്ക് അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ, യേശുവിൽ സ്നേഹമാഴമേ അതേ അഗാധമേ സ്നേഹം, അഗാധമേ അതേ അത് ആഴമേ, യേശുവിൽ സ്നേഹമാഴമേ.
വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കലൂര് ഒരു കോഴ്സ് പഠിക്കുന്ന ഒരു ബന്ധമായി ഞാനിവിടെ കടന്നു വന്നു. അന്നൊക്കെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ കോഴ്സ് പഠിക്കുമ്പോഴത്തേക്കിനും ഒരുപാട് ചോദ്യചിഹ്നങ്ങൾ എൻ്റെ മുൻപിലുണ്ടായിരുന്നു. ഭാവി എന്താകും, ഭാവിയെക്കുറിച്ചുള്ള ചിന്തകൾ. ഞാനിവിടൊക്കെ ഈ ഒരു സ്ഥലത്തൊക്കെ വന്ന് ഒരുപാട് ഞാനിങ്ങനെ ചിന്തിച്ചിങ്ങനെ ഇരുന്നിട്ടുണ്ട്. കടലിൻ്റെ ഓരോ തിരയെണ്ണി ഞാൻ ഇരുന്നിട്ടുണ്ട്. എന്താകും എൻ്റെ ഭാവി, ഇങ്ങനെ പോയി എന്താകും എൻ്റെ ഭാവി, എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല കാര്യം നടക്കുന്നില്ലല്ലോ. ഞാനൊരു ഭയങ്കരമായിട്ട് പല കാര്യങ്ങളും ആഗ്രഹിക്കും, പക്ഷേ ഒരു കാര്യവും നല്ല രീതിയിൽ നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്കൊരു നല്ലൊരു സ്നേഹം ലഭിക്കുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങളൊക്കെ ഞാൻ പോയി. പക്ഷേ ഞാൻ വിളിച്ചു പറയുന്നു, എന്നെ തേടി വന്ന സ്നേഹം അത് യേശുവിൻ്റെ സ്നേഹമാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുവാണെങ്കിൽ, എൻ്റെ കയ്യിലിരിപ്പ് ഭയങ്കര മോശമായിരുന്നു, ഞാൻ ആകെ മൊത്തം ദോഷമായിരുന്നു, എൻ്റെ ഉള്ളിലെല്ലാം ഭയങ്കര മോശമായിരുന്നു. പക്ഷേ ഒരു കാര്യം എന്നെ തേടി വന്നു, അത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹം എന്നെ തേടി വന്നതുകൊണ്ട് ഇന്ന് ഞാൻ ഒരുപാട് നന്മകൾ, ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ അനുഭവിക്കുന്നു. എങ്ങനെയാണ് പാട്ടുകാരനും പറയുന്നത്, എൻ്റെ കയ്യിലിരിപ്പ് മോശം, ഞാൻ ആകെ മൊത്തം ദോഷം, ഉള്ളിലെല്ലാം രോക്ഷമായിരുന്നു എന്നെ യേശുവിൻ്റെ സുവിശേഷം എൻ്റെ ഉള്ളിൽ വന്ന ശേഷം എൻ്റെ പാപങ്ങളെ ശേഷം മാറിപ്പോയി. സോ അതുകൊണ്ട് നമ്മളൊന്ന് പറയുകയാണ്, എന്താ പറയാ, എന്നാ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ്. എന്താ പറയാ, എന്താ ഇപ്പ ചെയ്യാ, കൃപയെന്നല്ലാതെ എന്നാ പറയാനാണ്. ഓ യേശു എന്നെ കണ്ടു, തന്റെ ചെങ്കു തന്നു, ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി. യേശുവെന്നെ കണ്ടു, തന്റെ ചെങ്കു തന്നു, ചോര കൊടുത്തന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. ഉള്ളത് ഞാനൊരു തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹം എന്നെ മാറ്റിമറിച്ചു. So let's sing.
Nachuga, Gawunga, Pangalokis, Oshira, Ragunga, once again, Nachuga, and Nachuga, Gawunga, Pangalokis, Oshira, Ragunga, Raja Kamaga, and Nachuga, Gawunga, Pangalokis, Oshira, Ragunga, Raja Kamaga, Nachuga, okay, that's why. It's your breath in our lungs, and so we pour out our praise. We pour out our praise. It's your breath in our lungs, and so we pour out our praise. We pour out our praise. It's your breath in our lungs, so we pour
bring light to the darkness. You give hope and you restore every heart that is broken. And great are you, Lord. It's your will in our lives, so
പീഡനം, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത കുറ്റകൃത്യങ്ങൾ. ഇതെങ്ങനെ നമ്മുടെ സമൂഹത്തെ ബാധിക്കുന്നു? ഈ അടിമത്തം കുടുംബ ബന്ധങ്ങളെ തകർക്കുന്നു. വിദ്യാഭ്യാസപരമായ പരാജയങ്ങൾ, അതുമൂലമുണ്ടാകുന്ന ആത്മഹത്യയുടെ കണക്കുകൾ വേറെ തന്നെ. തൊഴിൽ നഷ്ടങ്ങൾ, സാമ്പത്തിക തകർച്ച, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ദുരന്തങ്ങൾ. ഈ കൈപ്പേറിയ സത്യത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവും. നമ്മളുടെ തിരഞ്ഞെടുപ്പാണ് ഇവയെല്ലാം ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത്. ആരോഗ്യം, സമൃദ്ധി, സന്തോഷം നിറഞ്ഞ ഭാവി വേണമെങ്കിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം നിർത്തലാക്കിയേ മതിയാവും. ഇന്ന് നമുക്ക് ഒരുമിച്ച് അണിനിരന്ന് അവബോധം വളർത്തുവാനും പ്രതിരോധ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുവാനും മദ്യത്തിന്റെയും മയക്കുമരുന്നിനെയും ഉന്മൂലനം ചെയ്യുവാനും പ്രതിജ്ഞയെടുക്കാം. അടുത്തതായി നമ്മുടെ കണ്ണിന് കുളിർമ നൽകുവാനും നമ്മെ ഒന്ന് ചിന്തിച്ചുണർത്തിപ്പിക്കുവാനും ഇതാ വരുന്നു ബ്രദർ മോസസ് ആൻഡ് ടീം. ജീവിതമാകട്ടെ നന്മയുള്ള ലഹരി, നാടിനു നാമല്ലോ നാളെകൾ തൻ പുലരി. നാം ഒന്നായി ചേർന്ന് കൈകൾ കോർത്തു നിന്ന് നൽകിയിടാം നല്ല പുതുമയുള്ള പുലരി. ലഹരിക്കടിമയായി ജന്മം പാഴാക്കാൻ വെറുതെ നാം എന്തിനു അലയുന്നു ഇരുളിൽ. മുരഞ്ഞു പുകയും ലഹരി നീരായി കൈകളായി തച്ചുടയ്ക്കും പളുങ്കു ജന്മങ്ങൾ. ഇവിടെ ആരും മദ്യപാനിയായി ജനിക്കുന്നില്ല, കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാവുന്നുമില്ല. ഒരു ദുർബല നിമിഷത്തിൽ ഒരു രസത്തിനു വേണ്ടി ഒന്ന് രുചിച്ചു നോക്കിയതാവാം. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത നീരാളി പിടുത്തത്തിലേക്ക് നമ്മുടെ യുവതലമുറ ചെന്ന് വീഴുന്നു. ഇവിടെ ഇതാ ഒരു പെൺകുട്ടി അവളുടെ സുന്ദര ഭാവി സ്വപ്നം കണ്ട് ജീവിക്കുമ്പോൾ പ്രതീക്ഷിക്കാത്ത അതിഥികളെ പോലെ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും അവളെ തേടി വരുന്ന ദയനീയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെ തൊട്ടുണർത്തുന്ന ഒരു ദൃശ്യവിഷ്കാരം ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് മുൻപിൽ. Now you
സ്നേഹമാണ് എന്നെ മാറ്റിമറിച്ചത്. താങ്ക് യു ഗൈസ്. ഈ സ്നേഹമാണ് എന്നെ മാറ്റിമറിച്ചത്. ഞാനൊരു വാർത്ത ഇങ്ങനെ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു വാർത്ത ഇങ്ങനെ കേട്ടു. രണ്ട് പെൺകുട്ടികൾ അവർ പഠിക്കുന്ന സ്റ്റാൻഡേർഡ് 9ാം ക്ലാസ്സാണ്. 9ാം ക്ലാസ്സിൽ അവർ പഠിക്കുകയാണ്. പക്ഷെ അവർ ഏറ്റവും ഉയരമുള്ളൊരു പാറയുടെ മണ്ടയ്ക്ക് പോയിട്ട് അവരുടെ കൈവരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതെല്ലാം അവർ കടന്നിട്ട് ഈ പാറയിൽ നിന്നും എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. എങ്ങനെ? ഈ വലിയ പാറയിൽ നിന്നും എടുത്ത് ചാടി ആത്മഹത്യ ചെയ്തു. അതിനകത്ത് ഒരു കുഞ്ഞ് മരിച്ചുപോയി. ഒരാളുടെ നില ഭയങ്കര ക്രിട്ടിക്കലാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് എന്താണ് ഇത്ര ആത്മഹത്യ ചെയ്യാനുള്ള വലിയ പ്രശ്നം? ഞാനൊക്കെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്കിന് ഞങ്ങൾക്ക് ഏക്ക് ബുക്കൊന്നും അറിയത്തില്ലായിരുന്നു. എൻ്റെ പൊടി ചേച്ചി എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. 10ാം ക്ലാസ് എങ്ങനെ പാസ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുഞ്ഞിന് എന്താ പ്രശ്നമെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കി. ദ പേരൻസ് ഗൈഡിങ്. പേരൻസ് അവരെ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്നില്ല. പേരൻസ് അവരെ ഗൈഡ് ചെയ്യണമെങ്കിൽ ഈ പേരൻസ് ആദ്യം അവരെ ഗൈഡ് ചെയ്യാൻ പഠിക്കണം. ഈ ആത്മഹത്യ ടെൻഡൻസി, ആത്മഹത്യ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ, ചില ഡിപ്രഷൻ വരുമ്പോൾ, ചില ഹോപ്പുകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, ചില ലവ് അഫെയറുകളൊക്കെ നഷ്ടപ്പെടുമ്പോൾ, അവരെന്നെ ചതിച്ചു, ഇവരെന്നെ ചതിച്ചു, ഇങ്ങനെ ഈ ചതിയുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ടെൻഡൻസി വരുമ്പോഴാണ്, ആ ചതി മനസ്സിലാക്കുമ്പോഴാണ്, ഇനി ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ആയിരിക്കുന്നത്, ഇനി ഞാൻ എന്തിനാണ് ഈ മറ്റുള്ളവർക്ക് ഭാരമായിട്ടായിരിക്കുന്നത്, അവൻ എന്നെ വേണ്ട, അവൾക്ക് എന്നെ വേണ്ട, അവളുടെ സ്നേഹം ഞാൻ അർഹിക്കുന്നില്ല, എൻ്റെ സ്നേഹം അവൾ അർഹിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള ചിന്തകളൊക്കെ വരുമ്പോഴാണ് ആത്മഹത്യയിലേക്ക് പോകുന്നത്. ഞാൻ ചിന്തിക്കുന്നു, ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിരിക്കാം, ഒന്നെങ്കിൽ സ്കൂളിലെ പ്രശ്നങ്ങളായിരിക്കാം, ഇതൊക്കെയാണ് ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. പക്ഷെ ഞാൻ സഹോദരി ഞാൻ വിളിച്ചു പറയുന്നു, ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല. ദൈവം നിങ്ങൾക്ക് ജീവിതം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ, അത് ഈ ലോകത്തിൽ വന്ന് കർത്താവ് വെച്ചിരിക്കുന്ന യേശു ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന, ദൈവം ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരുപാട് മനോഹരമായ വസ്തുക്കൾ കാണാൻ വേണ്ടിയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, നിങ്ങളുടെ പുറകിൽ ഒരു നല്ലൊരു കടലാണ് അവിടെ ഉള്ളത്, ഒരു നല്ലൊരു ബീച്ച് സൈഡാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈ കടലിന്റെ അടിത്തട്ടിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടെന്ന്? അതറിയണമെങ്കിൽ ഈ കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയേ സാധിക്കത്തുള്ളൂ. ഈ കടലിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയാൽ ഇതിൽ എന്തൊക്കെ നല്ല മനോഹരമായ വസ്തുക്കൾ ഉണ്ടെന്നും എന്തൊക്കെ നല്ല നല്ല കാര്യങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്നുണ്ടെന്നും നമ്മൾ ഇതിനകത്ത് ഇറങ്ങിയേ സാധിക്കത്തുള്ളൂ. സോ the life was given by Jesus, the life was given by God. സോ നമ്മുടെ ജീവിതം അത് ദൈവത്തിന് വേണ്ടി. ഒരിക്കൽ കൂടി വിളിച്ചു പറയുന്നു, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ഇന്ന് നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രതികൂലങ്ങൾ കൂടി പോകുന്നുണ്ടെങ്കിൽ, ഇന്ന് ഏതെങ്കിലും ഒരു ഡിപ്രഷൻ, എന്തെങ്കിലും വിഷമം, എന്തെങ്കിലും പ്രയാസങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, സബ്മിറ്റ് യുവർ സെൽഫ് ടു ജീസസ്. കർത്താവിലേക്കൊന്ന് സബ്മിറ്റ് ചെയ്ത്, നിങ്ങളുടെ മനസ്സിനൊന്ന് സബ്മിറ്റ് ചെയ്ത്, എന്നിട്ട് പറഞ്ഞ്, യേശുവേ, അങ്ങ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. ഈ ലഹരി ഉപയോഗം എൻ്റെ ജീവിതത്തിൽ അപമാനങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, മറ്റുള്ളവരുടെ സ്നേഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന അതേ അനുഭവം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. പക്ഷേ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് നിങ്ങൾ അടുക്കുവാണെങ്കിൽ ഈ സ്നേഹം നിങ്ങളെ ഭയങ്കരമായിട്ട് മാറോടണയ്ക്കും. ഈ സ്നേഹം നിങ്ങളെ ഉയർത്തും. ഈ സ്നേഹം നിങ്ങളെ ഏറ്റവും അധികമായി സ്നേഹിക്കും. യേശുവിൻ്റെ സ്നേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. യേശുവിൻ്റെ സ്നേഹം പാപത്തെ വെറുക്കുന്ന സ്നേഹമാണ്. പക്ഷേ പാപിയെ ഏറ്റവും അധികമായിട്ട് ചേർത്ത് നിർത്തുന്ന ഒരു സ്നേഹം കൂടെയാണ്. സോ അങ്ങനെ ആ അർത്ഥം വരുന്ന ഒരു ചെറിയൊരു ഗാനം കൂടെ പാടിയിട്ട് ഞങ്ങളുടെ ഇന്നത്തെ ഈ സെക്ഷന്റെ வாழ்க்கைக்கு முக்கியமான சத்தியம் ஒன்று சொல்ல போறேன். எங்களுக்கு நல்லது நடந்த முக்கிய சம்பவமே, காதுக்கு இனிமையான பாட்டாதா பாட போறேன். மனசில் பட்டாம்பூச்சியே, யாரோ நினையாத எங்களே மனசில் வச்சாரே, அழகா நெஞ்சில தூக்கி வச்சாரே, சிலுவையில் எங்களை நினைச்சு பார்த்தாரே, அத்தோட எங்களை வாழ வச்சாரே. எல்லாத்தும் இருந்தோ இப்ப இல்லக்கா ஒண்ணும் இல்லை, என்ன சந்தோஷம் இப்ப இயேசு எனக்குள்ளே. ஐயோ எல்லாம் செஞ்சோம், எல்லாம் செஞ்சோம், எல்லாம் புண்ணியம், நாங்க எல்லாம் செஞ்சோம், ஒன்றும் இல்லை, நீரே புண்ணியம். That's it.
எனக்கு நல்லது நடந்த முக்கிய சம்பவமே